കത്തോലിക്ക സഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ട്. ഇവരെയൊക്കെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ചിലരെയൊക്കെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണല്ലോ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത എന്താണ്? വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളെ വിശുദ്ധനായിട്ടോ വിശുദ്ധയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. 50ഉം 100ഉം ഒക്കെ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഒരുപക്ഷെ ചോദിച്ചതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു ആധികാരികത നമുക്കിപ്പോൾ എങ്ങനെ അറിയാം, ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയൻ എന്തെന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാൻ വളരെ വളരെ വർഷങ്ങളോളം എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ആധികാരികത എന്ന് നമുക്ക് പറയാവുന്നത്. കാരണം ഒരുപക്ഷെ നമ്മളിൽ ഒരുപാട് പേരും വിചാരിക്കുന്നത് പോലെ ഒരു ഊഹാപോഹങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ താൽക്കാലികമായ ചില കഥകളുടെ പുറത്തോ ഒന്നും സഭ ആരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സന്യാസി ഒക്കെ ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ സമകാലീനരായ ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം അവർക്കുണ്ടാകുന്നു. അതിങ്ങനെ ഒരു വാക്കിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ സമയത്തൊന്നും ആരും ആരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി വലിയ ആൾക്കൂട്ടം ഇദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ ഇയാളൊരു വിശുദ്ധൻ എന്ന ഒരു പ്രതിഷ്ഠ നേടുന്നു. ജനഹൃദയങ്ങളിൽ, വിശ്വാസികളുടെ മനസ്സുകളിൽ ഒരാൾ വിശുദ്ധനായി കഴിയുന്നു. അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നീടും കാലങ്ങളെടുക്കും. കാരണം പല ഘട്ടങ്ങളിലൂടെയാണ് ഒടുവിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആദ്യം ഇതിനെ നമ്മൾ ഒരാളെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുന്നു, പിന്നെ ധന്യനായിട്ട് പ്രഖ്യാപിക്കുന്നു, പിന്നെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നു, ഏറ്റവും ഒടുവിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ സെർവൻ്റ് ഓഫ് ഗോഡ്, വെനറബിൾ, ബ്ലെസ്സഡ്, സെയിൻറ്റ്. ആദ്യത്തെ 1-2 ഘട്ടങ്ങളിലൊക്കെ ജനങ്ങളാണ് ഇവരെ വിശുദ്ധരാക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഇവരെക്കുറിച്ചുള്ള വിശുദ്ധ സ്മൃതികളാണ്. എന്നാൽ പിന്നീട് സഭ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനും അപ്പുറം പലതും ചെയ്യാനുണ്ട്. ദൈവം ഈ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നു അതിശക്തമായി, അത്ഭുതകരമായി എന്നുള്ള ബോധ്യം ലഭിച്ചു കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടതായിട്ടും പിന്നീട് വിശുദ്ധനായിട്ടുമൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിലേറ്റവും നിർണായകമായ ഘടകമായി മാറുന്നത് അത്ഭുത രോഗശാന്തികളാണ്. ഇതിനോടകം പല രോഗശാന്തികളും നമ്മൾ ഈ വിശുദ്ധരുടെ പേരിൽ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവണായിട്ടുള്ള, അതായത് വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്തതെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹപ്രവൃത്തികൾക്കും ആശ്രമത്തിനോ ഒരു പള്ളി പരിസരത്തോ ഉള്ള വിശുദ്ധ ജീവിതം, ആൾക്കൂട്ടങ്ങളിലുള്ള വിശുദ്ധ ജീവിതം, യേശുക്രിസ്തുവിനെ കുറിച്ച് പോലുള്ള നന്മ ചെയ്തുകൊണ്ടുള്ള സഞ്ചാരം, ഇതിനെല്ലാം ഒപ്പം ഒടുവിൽ അത്ഭുതകരമായ രോഗശാന്തികളും ഇദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമ്പം സംഭവിക്കുന്നതിലൂടെയാണ് സഭ ഔദ്യോഗികമായി ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് പലരും പറഞ്ഞാലും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആൾക്കൂട്ടങ്ങൾ വലിയ ആരവത്തോടെ വിളിച്ചു പറഞ്ഞാലും സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പം നൂറ്റാണ്ടുകൾ എടുക്കുന്നത്. വളരെ ശാസ്ത്രീയമായ അപഗ്രഥനത്തിലൂടെയാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ, കപ്പൂച്ചിൻ ഫ്രാൻസിസ്കൻ സഭയിൽ, ഞങ്ങളുടെ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പ്രോവിൻസിൽ പൊന്നുരുന്നി ആശ്രമത്തിലെ തിയോഫിനച്ചനെ പലർക്കും, ഒരുപാട് പേർക്ക് പരിചയമുണ്ട്. അവിടെ തിയോഫിനച്ചൻ്റെ സമാധിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ മെല്ലെ മെല്ലെ വിശുദ്ധ പദവിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കഴിയുന്നു ദൈവദാസനും കടന്ന് ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളത്.
ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനോടകം പല പല രോഗശാന്തികളും ആൾക്കാർ സാക്ഷ്യം പറയുന്നു. എങ്കിലും ഇനിയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട രോഗശാന്തികളിലൂടെ, അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് കയറും. വലിയ ജനപ്രവാഹം ആ വിശുദ്ധൻ്റെ ജനമനസ്സിലെ വിശുദ്ധനായി കഴിഞ്ഞ ധന്യനായ തിയോഫിനച്ചിൻ്റെ മുമ്പിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പം ഇതാണ് ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങൾ. നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ആൾക്കാർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുറച്ച് പേർ അദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എഴുതിയത് കൊണ്ടോ മാത്രം ഒരാൾ വിശുദ്ധനായി മാറുകയല്ല. മറിച്ച് പല മാർഗങ്ങളിലൂടെ സഭയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണ് ഒരു കാനനൈസേഷൻ പ്രോസസ്സിന് കാരണമാകുന്നത്.